ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, പെദ്ദി രാം ചരൺ നായകനാവുന്ന സിനിമ. ജാൻവി കപൂറും ഈ സിനിമയിലുണ്ട്. പടം ഞാൻ പോയി കണ്ട് ഞാൻ എന്ത് കറക്റ്റ് ഡയറക്റ്റ് ചെയ്തേക്കണ ബുച്ചി ബാബു സന. ഈ മനുഷ്യൻ്റെ വേറെ പടം ഏതാ? കാരണം 2 പടം എടുത്തിട്ടുള്ള ഉപ്പെന്ന എന്ന് പറഞ്ഞ പടവും പെദ്ദി. സിനിമാറ്റോഗ്രാഫർ ആർ രാത്നവേലു, എഡിറ്റർ നവീൻ നൂലി. നവീൻ നൂലി എന്ന് പറയുന്നത് ഈ തെലുങ്കിൽ അത്യാവശ്യം തെലുങ്കിൽ ഒരു ഭയങ്കര ഫേമസ് നമ്മുടെ അവിടുത്തെ വിവേക് ഹർഷൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ടീമാണ്. AR റഹ്മാൻ്റെ മ്യൂസിക്. ആദ്യം തന്നെ അതിനെപ്പറ്റി പറയാം. AR റഹ്മാൻ നല്ല അറിഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. അതായത് പുള്ളിയുടെ സകല പരിപാടിയും ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. സെൻറ്റിമെൻ്റൽ ആയിക്കോട്ട്, ഫൈറ്റ് ആയിക്കോട്ട്, ക്രിക്കറ്റ് കളിക്കുന്ന പരിപാടി ആയിക്കോട്ടെ, എല്ലാത്തിലും AR റഹ്മാൻ നല്ല മരിച്ച് പണിയെടുത്തിട്ടുണ്ട്. അതേപോലെ മരിച്ച് പണിയെടുത്ത വേറൊരു വ്യക്തിയുണ്ട് ഈ പടത്തിൽ, രാം ചരൺ. അതിപ്പോൾ ബോഡി ആയിക്കോട്ട്, ഫിസിക്കൽ പരിപാടികളായിക്കോട്ടെ, അത്യാവശ്യം ആക്ടിങ് ആയിക്കോട്ട്, രാം ചരൺ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പടത്തിൽ. ഇത് എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളിൽ പോയി. ഒന്ന്, ഈ പടത്തിന് ഇത്രയും നീളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുത്തൻ ക്രോസ് ഓവർ അത്ലീറ്റ്, ഓക്കെ, അത് ഞാൻ മറ്റേ ഗുസ്തിയുടെ അവിടെ നിന്ന് വെച്ച് തന്നെ നിങ്ങൾക്ക് പടം നിർത്തായിരുന്നു. അത്രയും പോരെ. അങ്ങനെ സിനിമ അവിടെ നിർത്താം, ഈസി ആയിട്ട് നിർത്താം, ഒരു കുഴപ്പമില്ല. അതും താണ്ടി പുള്ളിയെ ഒരു മിനിറ്റ്, ഇതൊരു സ്പോയിലർ ഒപ്പീനിയനാണ്. അതുകൊണ്ട് ദൈവത്തിന് ഓർത്ത് സിനിമ കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ വരണം. സ്പോയിലറാണ്. ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും സ്പോയിലറാണ്. സിനിമ കണ്ടിട്ട് വന്നിട്ട് ബാക്കി കണ്ടാൽ മതി. അപ്പോൾ അതാണ് ഈ പടത്തിൽ 3 സ്പോർട്സിലാണ് അണ്ണൻ കിടിലം. ക്രിക്കറ്റ്, ഗുസ്തി. ഇല്ല, ക്രിക്കറ്റും ഗുസ്തിയും എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് എന്തിനാണ് പുള്ളിയുടെ കാലൊക്കെ തന്നെ മുറിച്ച് ഓപ്പറേഷൻ ചെയ്ത് മറ്റേ ഈ സാധനം വെച്ചിട്ട് ഓടുക പുള്ളി. എന്നിട്ട് ഗോൾഡ് മെഡൽ എടുത്തിട്ട് പുള്ളിക്ക് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കണമെന്ന് പറയുക. ഈ സിനിമയുടെ കുറച്ച് ഭാഗം ഇതൊരു ഭയങ്കര അതിഭീകര ബോറ് പടമല്ല. ഇതിൽ കുറേ ബോറ് സാധനങ്ങളും. പിന്നെ ജാൻവി കപൂറിൻ്റെ ആ ഒരു സാധനം അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഏറി അങ്ങ് എറിയണം. ഇത്രയും വൃത്തികെട്ട ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. പെങ്കൊച്ചിനെ കയറി പിടിച്ച് ഉമ്മയും വെച്ചിട്ട് ഇരുട്ടത്ത് പോയിട്ട് അവൻ കാരണം ന്യായീകരിക്കണം, ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന്. ഞാൻ ഇങ്ങനെ എന്തെന്നടേ ഇത് എന്നാലോചിച്ച് താടിക്ക് കൈയും വെച്ചോണ്ട്. പിന്നെ ഫോക്കസ് മൊത്തം പോണത് അറിയാമല്ലോ എങ്ങോട്ടായിരിക്കുമെന്ന് ഫ്രെയിം വയ്ക്കുമ്പോൾ. ആ പോർഷൻ, ആ ശ്രുതി ഹാസൻ പറഞ്ഞ പാട്ട്, ഈ മറ്റേ അവസാനത്തെ ആ ഓട്ടം, അതൊക്കെ എടുത്ത് കാട്ട് ചെയ്ത് അപ്പുറത്തെ വിളയെ കളഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ പടമാക്കിയിരുന്നെങ്കിലുണ്ടല്ലോ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു. ഒരു ക്രോസ് ഓവർ അത്ലീറ്റ്, അവൻ മലമുട്ടിലാണ്, അവിടുത്തെ ആൾക്കാർ പ്രശ്നത്തിലാണ്, അവർക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല. ആ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവൻ ഒളിമ്പിക്സ് വരെ പോയി ഒരു ഗോൾഡ് മെഡൽ വെത്തി അവിടെ അവർക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ഇസ് വെരി നൈസ്. ഞാൻ ഒരിക്കലും അതിനെ മോശം പറയൂല. പിന്നെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് മറ്റേ ഇങ്ങനെ കുത്തിയിട്ടൊക്കെ അടിച്ചിട്ടൊക്കെ ഒരു ബോളിൻ്റെ സ്പീഡ് എത്രയെന്നറിയൂ? നല്ല ഒരു പേസ് ബോളിൻ്റെ ഒരു സ്പീഡ് എത്രയാണെന്നറിയൂ? ഈ കുത്തിയൊക്കെ അടിച്ച് വരുന്ന സമയത്ത് വിക്കറ്റും കൊണ്ട് കീപ്പർ ബോളും കൊണ്ട് വീട്ടിൽ പോകും. അങ്ങനെ കുറേ കാര്യമാണ്. അത് സ്റ്റൈലിനും സിനിമയ്ക്കും വേണ്ടി നമുക്കതാക്കി എന്ന് പറയാം. വീട് ഇങ്ങനെ നിരങ്ങിപ്പോയിട്ടൊക്കെ ഇങ്ങനെ അടിക്കുന്നതും അങ്ങനെ അടിക്കണതൊക്കെ AVD വില്ലേഴ്സ് കാണിച്ച് തന്നിട്ടില്ലേ പല ഷോട്ട്സും? അത് തന്നെ ബ്രോയിൻ്റെ ഒരു സ്റ്റൈലിൽ ചെയ്താൽ പോരായിരുന്ന. AVD വില്ലേഴ്സ് ഈ കാണാൻ പിച്ചിൽ നിന്നിട്ട് കാണിക്കുന്ന പരിപാടി കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ അടിക്കുക, അങ്ങനെ അടിക്കുക എന്നൊക്കെ. അത് തന്നെ ചെയ്താൽ പോരേ? ഒന്നെങ്കിൽ അവിടെ എറിയണവന്മാർ വല്ല സ്ലോ മോഷൻ, അവൻ സ്ലോ മോഷനും ഇവന് ഫാസ്റ്റ് മോഷനും ആയിരിക്കും. അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും, അല്ലെ ഫ്ലാഷ് വല്ലതും ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. അത് വിട്, അത് സ്റ്റൈലായിരുന്നു. എനിക്കൊരു സാധനമൊക്കെ ഇഷ്ടപ്പെട്ടു. ഇവനെ ചതിക്കണൊക്കെ ഒരു പോർഷനൊക്കെ ഉണ്ട്. ഈ 2 റൈവൽറി, ക്രിക്കറ്റിൻ്റെ റൈവൽറിയൊക്കെ ഒരുമിച്ച് നിർത്തി ഇവനെ തേക്കണൊക്കെ ഒരു സാധനം. അതാണ് പറഞ്ഞത്, ഈ പടത്തിൻ്റെ കുറേ കാര്യങ്ങൾ നൈസാണ്. അപ്പം തന്നെ ഇതിൻ്റെ ഇടയിൽ ഈ ജാൻവി കപൂർ ഇതൊക്കെ വരുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിരിക്കും നമ്മളവിടെ. ദ ഹോൾ പോയിന്റ് ഇസ് നൈസ്. അവർ ആ കഥേനെ ഇങ്ങനെ വലിച്ച് നീട്ടി ബോറാക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആ കാല് വെട്ടിക്കളയണ സാധനമൊക്കെ എടുത്ത് കട്ട് ചെയ്ത് അപ്പുറത്തെ വിളയെ കളയണം. ആ മറ്റേ ഗുസ്തിയുടെ പാട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ഇനിയും പിന്നെ അങ്ങോട്ട് പോണതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഗോൾഡ് മെഡൽ കിട്ടിയാലേ
മന്ത്രിമാർ സംസാരിക്കുകയുള്ളൂ. ഒന്ന് സിൽവർ മെഡലിന് എന്താടാ പുച്ചോ? ഈ ലോകത്ത് ഗോൾഡ് ഉള്ളവന് മാത്രമേ വിലയുള്ളൂ. ആര് പറഞ്ഞു? ഇതൊക്കെ ആര് പറഞ്ഞു? ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ? അതൊക്കെയാണ് എനിക്ക് പടം ഞാൻ ഇത് നല്ലൊരു സിനിമ ആക്കണേന് അവർ തന്നെ കൊള്ളി കാണിച്ച് കൊളമായി. എത്ര തന്നെ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പാവപ്പെട്ട രാംചരൻ കഷ്ടപ്പെട്ടു. എന്തൊരു ബോഡിയുടെ മനുഷ്യ. മറ്റേ ഈ ജിം ഇതുണ്ടല്ലോ റെസ്ലിങ്ങിൻ്റെ ഒരു സാധനത്തിൽ. അതേപോലെ ശിവരാജ് കുമാറിൻ്റെ ക്യാരക്ടർ കിടിലുമായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ആ ഫുൾ റെസ്ലിങ്ങിൻ്റെ ആ ഒരു പോർഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമായിരുന്നു. കാര്യമായിട്ട് ഫൈനലിൽ അവൻ്റെ കാല് ഇടിച്ച് ഇഞ്ചുറി ചെയ്ത് അവൻ ആ ഇഞ്ചുറിയും വെച്ച് ഈ കൊന്ന് മറ്റവനെ തൂക്കി അടിച്ച് അവൻ ഒരു ഗോൾഡ് മെഡൽ കിട്ടിയിട്ട് അവൻ റെയിൽവേ സ്റ്റേഷനൊക്കെ വേണമെന്നുണ്ട് അവൻ്റെ കാല് മുറിച്ച് കളഞ്ഞിട്ട് എന്തിനോ ചെയ്യട്ടെ. അതൊന്നും ഒരു വിഷയമല്ല. ഇതും കഴിഞ്ഞിട്ട് അങ്ങ് പടം അങ്ങ് പോവുക. അങ്ങനെ നല്ലൊരു പടം ആക്കേണ്ട പടത്തിന് ഇങ്ങനെയൊക്കെ കുളമാക്കി. ഞാൻ ഒരു കാര്യമായിട്ടും പറയാം, ഇത് നേരെ വണ്ണം ചെയ്തിരുന്നെങ്കിൽ പുഷ്പയൊക്കെ കാട്ടിൽ പുഷ്പ 2 ഇല്ലേ, പുഷ്പ 2-നെയൊക്കെ കാട്ടിലും ബെറ്റർ പടം, ഗെയിം ചേഞ്ചറിനെയും കാട്ടിലും ബെറ്റർ പടമാണ് കേട്ടോ ഈ പടം. അത് ഞാൻ ഇവിടെയും പറയും. അതിലൊന്നും എനിക്കൊരു ഗെയിം ചേഞ്ചറിനെയൊക്കെ കാട്ടിലും കൊള്ളാം. പിന്നെ ഇതിലൊരു ഫൈറ്റ് സീൻ ഉണ്ട് കേട്ടോ. ഞാൻ ആ ഫൈറ്റ് സീൻ കണ്ട സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ഇതെനിക്ക് ഇഷ്ടപ്പെടണോ അതാ ചില സാധനങ്ങളൊക്കെ ഞാൻ ഞെട്ടി. ചില സാധനങ്ങളൊക്കെ മറ്റേ പുഷ്പയുടെ സെയിം സാധനം, പുഷ്പയുടെ ക്ലൈമാക്സ് ഫൈറ്റ് ചെയ്തവനാണ് ആ ഫൈറ്റ് കൊണ്ടുവന്നത്. ഈ ഒരു വായിൽ ടോർച്ചൊക്കെ വെച്ചിട്ട് ഒരു അടിയുണ്ട് രാംചരൻ്റെ. അതാ പുഷ്പ 2-ൻ്റെ ആക്ഷൻ കോറിയോഗ്രാഫർ തന്നെയാണ്, ഉറപ്പാണ്. പുഷ്പ മറ്റേ പാമ്പിനെ പോലെയൊക്കെ ഇഴഞ്ഞു പോയി ആൾക്കാരെ കടിക്കണ ഒരു സാധനമുണ്ട് പുഷ്പ 2-ൽ. അതിൻ്റെ വേറൊരു വെർഷനാണ് ആ സാധനം. പക്ഷെ അത് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഫൈറ്റ് കോറിയോഗ്രാഫി ഉണ്ടല്ലോ, ഇവർ വരുന്നതും കോറിഡോറിൽ വരുന്നതും അതിൻ്റെ ഇടയിൽ ഒരു തന്നെ ജട്ടിപ്പുറത്തും ഷർട്ടില്ലാതെയൊക്കെ നിർത്തും. അതൊക്കെ ഭയങ്കര ഞാൻ പറയാം. ആ ഫൈറ്റ് ഇനി കണ്ട ഞാൻ എൻജോയും ചെയ്ത്. എന്നാൽ ഞാൻ ഇങ്ങനെ ഇതെന്ത് ഇങ്ങനെയെന്ന് ആലോചിച്ച് ഇവ ഇങ്ങനെ ഒരുത്തനെയാണ് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കറങ്ങിപ്പോയിട്ട് ഇങ്ങനെയൊക്കെ ഒരു ചവിട്ടൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ അത് കാണാൻ. ഞാൻ പറയും, നിങ്ങൾക്കൊരു മാസ് ഞാൻ ഈ പടം നല്ലൊരു പടം വരുന്നെങ്കിൽ അതൊക്കെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ സാധനം ഫൈറ്റ് ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമായിരുന്നു ആ സാധനം. ഗുസ്തി പരിപാടിയും ഒക്കെ നൈസാണ്. ഞാൻ പറയാം, അതാണ് പറഞ്ഞത്, ഈ പടം നല്ലൊരു സിനിമയാക്കായിരുന്നു. പക്ഷേ അവർ തന്നെ ഒരു കുഴി തോണ്ടി അതിൽ എന്ന് പറഞ്ഞെത്തി. അവസാനത്തേക്ക് ആ സീനൊക്കെ ഉണ്ടല്ലോ, ഈ റണ്ണിങ് റേസൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു സ്പീച്ചൊക്കെ ഉണ്ട്. അയ്യോ അവിടെ ഗോൾഡ് മെഡൽ കൊടുക്കാൻ നിൽക്കണവൻ്റെ ഇരുന്നിട്ട് ഒടുക്കാത്ത എക്സ്പ്രഷൻ. എന്നിട്ട് നാട്ടുകാരും കൂടെ എല്ലാവരും കൂടെ ഇരുന്ന് കാണുക. ഈ നാട്ടുകാർക്കൊക്കെ എല്ലാവർക്കും ഗുസ്തിയും കാണാം. ഒളിമ്പിക്സിൽ ഗുസ്തിയുണ്ട്, റെസ്ലിംഗ് മാച്ചൊക്കെ ഉണ്ട്. ഒളിമ്പിക്സിൽ റെസ്ലിങ്ങിലോട്ട് കൊണ്ടുപോയിക്കൂടെ? എന്നിട്ട് ആ നാട്ടുകാർ അവൻ്റെ ശത്രുക്കളും അവനെ അടിച്ചവരും ഇടിച്ചവരും തൊഴിച്ചവരൊക്കെ ടി വി ഇരുന്നിട്ട് കരയുക. എന്തിനൊക്കെ പറഞ്ഞാലും ഞാൻ പറയണം, ഈ സിനിമ നല്ലൊരു പടമാക്കായിരുന്നു. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ തെലുങ്ക് ഫോർമാറ്റ് ടെംപ്ലേറ്റ് എന്നുള്ള രീതി നോക്കുമ്പോൾ ദിസ് ഈസ് ആക്ച്വലി എ ഗുഡ് മൂവി. നമുക്കത് പറ്റൂല, അത് വേറെ കേസ്. പക്ഷേ ഞാൻ കുറേ സാധനങ്ങൾ ഞാൻ എൻജോയ് ചെയ്തു തിയേറ്ററിലിരുന്നു. പക്ഷേ കട്ട് ചെയ്ത് വിളയെ കളയാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അത് വേറെ. അതാണ് ഇതിൽ ഈ 3 സ്പോർട്സിൻ്റെ ആവശ്യമില്ല. 2 സ്പോർട്സ് മതി. ആ 3ാമത്തെ സ്പോർട്സിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതാണ് ഒരു തെലുങ്ക് സിനിമ എന്നുള്ള രീതിയിൽ നോക്കുമ്പം ഐ തിങ്ക് ദിസ് ഇസ് ഫൺ. ഐ തിങ്ക് ഇത് തെലുങ്കിൽ ഭയങ്കര ഹിറ്റാണെന്ന് തോന്നുന്നു. ഞാൻ കേട്ടത് ഇത് അവർ തള്ളണേണാണെന്ന് എനിക്കറിയാം. 250 കോടിയൊക്കെ ഓൾറെഡി കളക്ട് ചെയ്തെന്നാണ് റിപ്പോർട്ട് പറയണത്. ചിലപ്പോൾ തള്ളണയായിരിക്കും കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ സത്യാവസ്ഥ എന്തിനാണെന്ന്. ആസ് പെർ നോക്കുമ്പോൾ 250 crore വരെയൊക്കെ കളക്ട് ചെയ്തു. നമ്മുടെ നാട്ടിൽ ഒബ്വിയസ്ലി പൊട്ടും. കറുപ്പ് വരെ നിന്നില്ല. കറുപ്പ് തമിഴ്നാട്ടിൽ ഗംഭീര ഹിറ്റായിരുന്നു. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. അതാണ് പറഞ്ഞ ഒരു പ്രിസൈസ് ആയിട്ടൊരു 2.25 മണിക്കൂറിൽ കട്ട് ചെയ്തിട്ട് ഇറക്കണ പടം. പക്ഷെ ഇവർക്ക് അത് പറ്റൂല. അതാണ് ഈ വലിയ പടം എടുക്കുന്ന ആൾക്കാരെ പ്രശ്നം. അവർക്ക് 3 മണിക്കൂറിൽ 1 മിനിറ്റ് അവർ കുറയ്ക്കൂല. അവർക്ക് എന്തോ പോലെയാണ്. അത് ഏത് ലാംഗ്വേജിലും അങ്ങനെ തന്നെയാണ്. തെലുങ്കിൽ പറയണ്ട, 3 മണിക്കൂർ കുറഞ്ഞ ഒരു ബ്രഹ്മാണ്ഡ പടം പറ്റില്ല. അത് 2 മണിക്കൂറിൽ എന്തുമാത്രം ഹോളിവുഡ് ബ്ലോക്ക് ബസ്റ്റർ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഹോളിവുഡിലൊക്കെ 3 മണിക്കൂർ പോണ പടം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങാൻ പോണ ഒഡീസിയൊക്കെ നിങ്ങൾ 3 മണിക്കൂറായിരിക്കും. ക്രിസ്റ്റഫർ നോളൻ്റെ ലോർഡ് ഓഫ് ദ റിങ്സ് റിട്ടേൺ ഓഫ് ദ കിങ് 3 മണിക്കൂറാണ്. 3.5 മണിക്കൂറോ എന്തോണ്. അതിനൊക്കെ ബ്രഹ്മാണ്ഡം വേണം. ഒരു വലിയ എത്ര കട്ടിക്കുള്ള ഒരു ബുക്കിനെയാണ് അവന്മാർ ഉണ്ടാക്കണത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഈ സിനിമ നല്ലൊരു പടമാക്കായിരുന്നു. രാംചരൻ്റെ ഒരു നല്ല കംബാക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു, ഒരു തെലുങ്ക് സിനിമ എന്നുള്ളൊരു രീതി നോക്കുമ്പോൾ. പക്ഷേ അതിനായിട്ട് വലിച്ച് നീട്ടി ഒരു ബോബൻ ഇറാനിയുടെ ക്യാരക്ടർ ഉണ്ട് കേട്ടോ. അവസാനം അങ്ങേരും ചോദിക്കണം, എടേ ഇങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നെ എന്തുണ്ടാ നടത്തിച്ചുകൊണ്ട് അങ്ങേരെ ആ വയസ്സാം കാലത്ത് അങ്ങേരെ പിടിച്ച് നടത്തിച്ച. അതായത് ആ ക്യാരക്ടർ കേട്ടോ. അയാൾക്ക് വല്ല നടുക്ക് വെച്ച് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ ഈ നടത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു?
എന്നിട്ട് അവൻ പറയണത് അത് നിങ്ങൾ നടന്നു വന്നാലേ ഈ റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ എന്ന്. ഞാൻ എഫക്റ്റ് അയ്യോ പാവം. ഏറെ എന്തായാലും പുകച്ചിട്ടുണ്ട് പടത്തിൽ. എന്താണ് ബോക്സ് ഓഫീസ് ഇവിടെ IMDb നോക്കുമ്പോൾ ബഡ്ജറ്റ് ഉണ്ട് കേട്ടോ 350 കോടി ഈ പടത്തിന്. പൊന്നോ, 350 കോടി രൂപ ബഡ്ജറ്റുള്ള പടമാണോ ഇത്? എന്തിനായിരിക്കും? VFXനായിരിക്കൂ. ഒരുപാട് ആൾക്കാരെ കൊണ്ട് ഭയങ്കര ജനമാണ് ഈ, അതിനായിരിക്കും. 250 കോടി രൂപയുടെ ബഡ്ജറ്റ് പടം. ഞാൻ ഇന്നലെ ഇത് കണ്ടത് ഒബ്സെഷൻ 10 കോടിക്ക്. അത് പിന്നെ ചെറിയ സെറ്റപ്പ്, ഒരു ചെറിയ വീട്ടിലൊക്കെ നടക്കണമെന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് എപ്പോഴും തോന്നുന്നു, ഇപ്പം തന്നെ യശിൻ്റെ കേസ് നിങ്ങൾ കണ്ടില്ലേ? ഒരു പോയിന്റിൽ ഇപ്പോൾ അല്ലു അർജുൻ ആയിക്കോട്ടെ, അല്ലു അർജുനൊക്കെ എന്തുമാത്രം ഒരു വർഷം അല്ലു അർജുൻ്റെ ഒരു പടം വരുമെന്ന് അറിയോ നിങ്ങൾക്ക്? എപ്പോഴും ഒരു വർഷം ഒരു പടം അല്ലു അർജുൻ. ഇപ്പോൾ അല്ലു അർജുൻ്റെ പടം എന്നിടെ ഇറങ്ങിയത് പുഷ്പ 2. അതിനുശേഷം അങ്ങനെ പടം ഇറക്കിയിട്ടില്ല. അതേപോലെയാണ് യശിൻ്റെ കേസ്. ഒരു KGF 2 കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പടം ഇതിനായിട്ട് ഇറങ്ങിയിട്ടില്ല. അവിടെയാണ് വിജയും അജിത്തും മോഹൻലാലും മമ്മൂട്ടിയെയൊക്കെ കണ്ടുപഠിക്കണമെന്ന് പറയണം. വർഷത്തിൽ ലാലേട്ടൻ മമ്മൂക്ക അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ 2 പടമൊക്കെ വരും. വിജയിൻ്റെയൊക്കെ ഒരു പടം മറ്റേ ദീപാവലിക്ക് അല്ലെങ്കിൽ പൊങ്കലിന് കാണും വിജയുടെ അജിത്തിൻ്റെയും പടം. അതുകൊണ്ടാണ് അവരെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ അടിപൊളി എന്ന് പറയണത്. ഒരു ഫാൻസിന് വേണ്ടി എല്ലാ വർഷവും അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ഇതുണ്ടല്ലേ. ഒരു KGF റോക്കി ബായ് വന്നതിന് അങ്ങേര് പോയി. അയാളെ അടുത്ത പടം ഈ പറയുന്ന ടോക്സിക് പിന്നെ റീഷൂട്ട് ചെയ്യാൻ പോകണമെന്നൊക്കെ കേൾക്കണം. എനിക്കറിഞ്ഞൂടാ. പ്രഭാസിൻ്റെ കേസ് നിങ്ങൾക്കൊക്കെ അറിയാം. ഈ പറയണ അല്ലു അർജുൻ ഇപ്പം അതേ അവസ്ഥയിൽ പോകണുണ്ട്. പണ്ട് വർഷത്തിലൊരു പടം ഇറക്കിക്കൊണ്ടിരുന്ന പയ്യനായിരുന്നു, അത് പോയി. ഇതാണ് ഈ ബ്രഹ്മാണ്ഡ പടങ്ങൾ അഭിനയിക്കുന്നവരൊക്കെ പ്രശ്നം. ഷാറുഖ് ഖാൻ പഠിച്ചു പോയി. ഷാറുഖ് ഖാൻ മനസ്സിലായി ഒന്നും മിസ്സായിട്ടിരിക്കുക. മിസ് ചെയ്തിട്ട് നമ്മൾ വരുമ്പോൾ ഒരു വേറെ ലെവലാണ് ആയിക്കോട്ടെ. എന്നാലും ഷാറുഖ് ഖാൻ ഇപ്പം എനിക്ക് തോന്നുന്നു അവസാനം വന്നതിനിപ്പോൾ 2 വർഷം ബ്രേക്ക് എന്തോ ആയി. ഇനിയിപ്പോൾ കിങ് വരും. അതെന്തിനാണ് അവസ്ഥയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സൽമാൻ ഖാൻ പാവപ്പെട്ടവർ എല്ലാ വർഷവും പടം ഇറങ്ങുന്നുണ്ട്. പക്ഷെ പടങ്ങൾ പൊട്ടണം. അത് ആരെ കയ്യിരിപ്പാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമീർ ഖാൻ നിർത്തി ഏറെക്കുറെ. പക്ഷെ അതാണ് പറഞ്ഞത്, നമ്മളൊരു സൂപ്പർ സ്റ്റാർ പദവിയിൽ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മറ്റതാ. എനിക്ക് വലിയ പടം വേണം, ഞെച്ചത് വേണം, മറിച്ചത് വേണം, 2 കൊമ്പ് വേണം, ഒരു വാല് വേണം. ഇവർ കൊമ്പും വാലും ഇല്ലാത്തൊരവസ്ഥ പണ്ടുണ്ടായിരുന്നു. ആ അവസ്ഥയൊക്കെ മറക്കും. പിന്നെ കൊമ്പും വാലും ഉണ്ടെങ്കിൽ ഇവരൊക്കെ അഭിനയിക്കുള്ളൂ. എനിക്ക് അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞ് കാര്യമായിട്ടും പറഞ്ഞതാണ്. ഇപ്പം തന്നെ സൂര്യയൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ വർഷം ഒരു പടം തരുന്നില്ലേ? ഇപ്പോൾ 2 പടം ഈ വർഷം ഇറങ്ങും സൂര്യരെ. ഇപ്പോൾ കഴിഞ്ഞ കറുപ്പായാലും മറ്റേ സാധനവും ആ തെലുങ്ക് പടം ഡയറക്ടറിൻ്റെ. കണ്ടു പടി. ലാലേട്ടനെ മമ്മൂക്കായൊക്കെ കണ്ടുപഠിക്കും നിങ്ങൾ. ഫാൻസിന് അവർക്ക് അറിയാം എന്തിനാ അവരിങ്ങനെ മിസ് ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടേ. വിജയ് എല്ലാ വർഷവും ഒരു പടം കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഒരു 10-200 കോടി മറ്റേ ഇത് മേടിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങേക്ക് ഒരു 2-3 വർഷം ഇതേപോലെ ബ്രേക്ക് ഇട്ടിട്ട് ഒരു പടത്തിന് വേണ്ടി മാത്രം ഞാൻ 2 വർഷം എന്നൊക്കെ പറഞ്ഞ് അങ്ങേക്ക് നിന്നൂടെ? എനിക്കറിഞ്ഞൂടെ. എനിക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒട്ടും ഇഷ്ടമല്ല. എസ്പെഷ്യലി ഇപ്പം ഈ അല്ലു അർജുൻ ആയിക്കോട്ടെ, പ്രഭാസ് ആയിക്കോട്ടെ. പ്രഭാസൊക്കെ ഇപ്പം അഭിനയിക്കാൻ പോലും ഇല്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് അവസാനത്തെ പടം കണ്ടതിന് ശേഷം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പ്രഭാസ് ഇല്ല. പ്രഭാസിൻ്റെ ഡ്യൂപ്പും പ്രഭാസിൻ്റെ മുഖത്തുള്ള ഇങ്ങനത്തെ ഒരു ഷോട്ടും മാത്രമേ ഉള്ളൂ ഇപ്പം. അത് പിന്നെ വിട്, ബാക്കിയുള്ളവരെ കാര്യമാണ്. ഞാൻ യശിനൊക്കെ എന്ത് പറ്റിപ്പോയടേ? യശിന് നല്ല രീതിയിൽ കന്നഡയിൽ ചെറിയ പടം അഭിനയിച്ചുകൊണ്ടിരുന്നതാണ്. അവനിപ്പോൾ ചെറിയ പടമൊന്നും പിടിക്കൂല. എന്തിനാ നിങ്ങളൊന്ന് ആലോചിക്കുന്നത്? ചെറിയ പടത്തിൽ അഭിനയിച്ച എന്താ പറ്റുന്നത്? ഒരു ചെറിയ പടത്തിൽ അഭിനയിച്ച എന്ത് പറ്റും? എന്താ ഇടിഞ്ഞ് വീഴാൻ പോകുന്ന? ആരെങ്കിലും എന്തെങ്കിലും പറയൂ. ഈ പടത്തിൽ ഈ പാവപ്പെട്ട ഒരുപാട് നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ എനിക്കൊന്ന് ഒരു 2 വർഷം എന്തോ കളഞ്ഞു ഈ പടത്തിന് വേണ്ടി. പെദ്ദി 2 വർഷമൊക്കെ ഇങ്ങനെ കളഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോൾ ഇനി റോക്കി ബോയ് KGF 3 വരാൻ പോണ്. ആ ഫ്രാഞ്ചൈസിക്ക് ഒരു ഫാൻ ക്ലബ് ഉള്ളതുകൊണ്ട് അങ്ങനെ അതിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോയി കാണും. ഞാൻ ഉൾപ്പെടെ പോയി കാണും. നമുക്കും അറിയണമല്ലോ KGF റോക്കി ബോയ് ടാറ്റ ബോയ് അടിച്ച് വെള്ളത്തിൽ പോയതാണ്. ഇനി എന്തിനാണ് നടക്കാൻ പോകണമെന്ന് എനിക്കൊരു ആകാംക്ഷയുണ്ട്. അതൊരു ഓക്കെ. ടോക്സിക് ഞാൻ മടുത്ത് ഞാൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മൂടുണ്ടെങ്കിൽ പോയി കാണും എന്നുള്ളൊരു ലെവലിലാണ്. ബിക്കോസ് ട്രെയിലറിലൊക്കെ ഇറങ്ങിയാൽ എന്തൊക്കെയോ വെടിയും പോകുകയൊക്കെ കൊണ്ടെന്നല്ലാതെ ഇനി ഈ റീഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എപ്പോൾ വരായി? അതിൻ്റെ ഇടയിൽ പുള്ളി മറ്റേ രാവണം കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അഭിനയിക്കുന്നില്ല എന്ന് അങ്ങനെ എന്തല്ലേ പറഞ്ഞേക്കണ? കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുക്കാൻ പോകണമെന്ന്. അയ്യോ.
അപ്പോൾ എന്തിനായാലും ഈ ബ്രഹ്മാണ്ഡ പടങ്ങൾ ഇങ്ങനെ തന്നെ ബ്രഹ്മാണ്ഡമായിട്ട് തന്നെ ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എനിക്കറിഞ്ഞൂടാ. ഞാൻ പറയാം, പാവം ജാൻവി കപൂറിൻ്റെ കേസ് എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഒന്നും പറയാനില്ല. എങ്ങനെയാണ് ഇവരെയൊക്കെ കൺവിൻസ് ചെയ്യണം? ഞാൻ പറയാം, എനിക്ക് സത്യം പറയാനില്ല, തെലുങ്ക്, തമിഴ്, പിന്നെ മറ്റേ ഒരു ഹിന്ദി, ഇവന്മാർ ഈ ഐറ്റം നമ്പർ എന്ന സാധനം അങ്ങ് നിർത്തണം. അതിൻ്റെ ഒരാവശ്യവുമില്ല, ഒരു ശതമാനം പോലും ആവശ്യമില്ല. ഏത് കാലഘട്ടത്തിൽ എന്നോ ആൾക്കാർ അത് ഇഷ്ടപ്പെട്ടെന്നോ എന്തോ മറ്റേ ബാബുജി തര സീരിയസ് അല്ലോ കണ്ണ് കള്ളി എന്ന് പറഞ്ഞിട്ട് എല്ലാ പടത്തിലും കാണും. ഹിന്ദി സിനിമയിൽ എൻ്റെ ദൈവമേ അയ്യോ, പണ്ടൊക്കെ ഹിന്ദി സിനിമയൊക്കെ തിയേറ്ററിൽ പോയി കാണുന്നു. ഇപ്പം അതൊക്കെ നിർത്തി. ഞാൻ പോകാറൊന്നുമില്ല ഹിന്ദി പടമൊക്കെ പോയി തിയേറ്ററിൽ കാണാൻ. അല്ലെങ്കിൽ വലിയ റിവ്യൂ ഒക്കെ കാണണം, ദുരന്തറൊക്കെ പോലത്തെയൊക്കെ ജില്ല് പടമൊക്കെ ഇറങ്ങിയാൽ ഓക്കെ. അല്ലാത്ത പക്ഷേ റോം കോമൊന്നും കാണാൻ ഞാൻ എൻ്റെ കാശ് ചിലവാക്കാറില്ല. എനിക്ക് ഒരു താല്പര്യവും ഇല്ല. രണ്ട് പെണ്ണുങ്ങൾ, ഒരുത്തൻ്റെ അടുത്ത് പ്രേമം, അവൻ ഇവൻ്റെ അടുത്ത് പ്രേമം, അവൾ അവൻ്റെ അടുത്ത് പ്രേമം, ഇവരെല്ലാവരും വീട്ടിലാരും അറിയുന്നു, വീട്ടുകാരുടെ കണ്ണ് വെട്ടിക്കുന്നു, ഇതൊക്കെ തന്നെ. അതിനെ ഇങ്ങോട്ട് മാറ്റും അങ്ങോട്ട് മാറ്റി മനുഷ്യനെ വേർപ്പിച്ച്. ഇപ്പം എന്തീര സാധനത്തിൽ ഞാൻ എന്തിന് ഇതൊക്കെ പറയണല്ലേ? മനസ്സിൽ തോന്നിയേ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പറയണെല്ലാം സത്യമാണെന്നോ അല്ല, എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറ്റേ സംഭവമാണെന്നൊന്നും അല്ല. അത് നിങ്ങൾക്കും അറിയാം, സംഭവമല്ല. എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ ജസ്റ്റ് എൻ്റെ ചാനലിൽ പറയുന്നു. അതിന് ഇപ്പോൾ കുറേ പേര് വന്നിട്ട് എന്നെ വീട്ടിലിരിക്കണവരെയൊക്കെ വിളിക്കും, ഒരു കാര്യമില്ലാതെ. ഞാൻ എൻ്റെ ചാനൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ. അതാണ് ഈ പെദ്ദിയെ പറ്റി പറയാം. നല്ലൊരു പടം ആക്കാൻ സാധ്യത ഉള്ള എന്നൊരു പടം വരുന്നത്. അത്യാവശ്യം നല്ല എലിമെൻസും ഉള്ള സിനിമയായിരുന്നു, പക്ഷേ കൊണ്ട് കോളം ചാളമാക്കി എന്നല്ലാതെ എനിക്ക് പെദ്ദിയെ പറ്റി വേറെ ഒന്നും പറയാനില്ല കേട്ടോ. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ വന്ന് രേഖപ്പെടുത്തിയിട്ട് പോയി.